ഇടതുപക്ഷത്തിന് വലിയ തലവേദനയായിരിക്കുകയാണ് ഇന്നലെ ജി സുധാകരൻ എടുത്ത നിലപാടെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിനും തലവേദനയായിരിക്കുന്നു സുധാകരൻ. എംപിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന നിലപാട് AICC ആവർത്തിക്കുന്നതിനിടെ അതൃപ്തി പരസ്യമാക്കിയും വെല്ലുവിളിച്ചും കെ സുധാകരൻ രംഗത്ത് വരികയാണ്. കണ്ണൂരുമായുള്ള തന്റെ ആത്മബന്ധം വിശദീകരിച്ചുകൊണ്ടാണ് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. ദില്ലിയിൽ നിന്ന് ചർച്ചകൾ പരാജയപ്പെട്ട് തിരിച്ചെത്തിയ സുധാകരന്റെ പോസ്റ്റ് കോൺഗ്രസിനെ വെട്ടിലാക്കുന്നതാണ്. പ്രശ്നപരിഹാരത്തിന് ചില ശ്രമങ്ങൾ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോലും വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് സുധാകരന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ. എന്താണ് അത് എന്ന് നമ്മൾ വിശദമായി നോക്കിയാൽ, ദില്ലിയിൽ നിന്ന് അതൃപ്തനായാണ് സുധാകരൻ നാട്ടിലേക്ക് തിരിച്ചത്. ആ സുധാകരൻ ഫേസ്ബുക്കിൽ വൈകാരികമായ ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ അത്തരം വിഷയങ്ങളൊന്നും പരാമർശിക്കുന്നില്ല, അതിനെക്കുറിച്ചൊന്നും അതിൽ പറയുന്നില്ല. പക്ഷേ അതിവൈകാരികമായാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ആ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. കണ്ണൂർ എന്നത് എന്റെ ഹൃദയ രക്തമാണ് എന്ന് സുധാകരൻ പറയുകയാണ്. കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എന്റെ മേൽവിലാസവുമാണ്. കല്ലിൽ നിന്നും കത്തിയിൽ നിന്നും അരിവാളിൽ നിന്നും ബോംബിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ മുന്നിൽ നിന്ന് പൊരുതി സംരക്ഷിച്ച എന്റെ സഹോദരരെ കമ്മ്യൂണിസ്റ്റ് കാപാലികർ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കൊരിക്കലും സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം ഈ കുറിപ്പിൽ പറയുകയാണ്. എന്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിനിടയിൽ തന്റെ വീടിനെയും വീട്ടുകാരെയും കുറിച്ച് താൻ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല. തന്റെ കൈപിടിച്ച് വളർന്നവരും പ്രവർത്തിച്ചവരുമാണ് ഇന്ന് കണ്ണൂരിലുള്ള ഓരോ നേതാക്കളും. താൻ അറിയാത്ത കണ്ണൂരില്ല, തന്നെ അറിയാത്ത കണ്ണൂരുമില്ല. കടന്നു വന്ന കനൽ വഴികൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മറക്കാനാകുമായിരിക്കും, പക്ഷേ തനിക്കതൊന്നും മരണത്തിലും മറക്കാനാവാത്ത പച്ചയായ യാഥാർത്ഥ്യമാണ് എന്നതാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് സുധാകരൻ ലക്ഷ്യമിടുന്നത് എന്നത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാകും. സുധാകരനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് എന്തായാലും നീക്കം തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി സുധാകരനുമായി സംസാരിച്ചു. കണ്ണൂരിൽ മടങ്ങിയെത്തിയ സുധാകരൻ വീണ്ടും ഡൽഹിക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. നേതൃത്വത്തിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് മറ്റന്നാൾ സുധാകരൻ ഡൽഹിക്ക് പോകും. പാർട്ടി തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്ന് കെ സുധാകരൻ പറഞ്ഞതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച എന്തായാലും കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നതാണ് മനസ്സിലാകുന്നത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും വീണ്ടും സുധാകരനുമായി സംസാരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന നിലപാടിലാണ് സുധാകരനുള്ളത്. അതാണ് ഈ പോസ്റ്റ് സൂചിപ്പിക്കുന്നത്. അവിടെ നടന്ന ചർച്ചകൾ ഫലവത്താകാത്തതിനെ തുടർന്നാണ് അവിടെ നിന്ന് പിണങ്ങി സുധാകരൻ എത്തിയത്. സുധാകരന് വേണ്ടി ഒരു ഇളവ് നൽകുകയാണെങ്കിൽ സമാന ചിന്താഗതിക്കാരായ നിരവധി പേർ കോൺഗ്രസിൽ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യമുണ്ടാകും എന്നത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞ് സുധാകരനെ അനുനയിപ്പിക്കുക എന്നതാണ് നേതൃത്വം ശ്രമിക്കുന്നത്. പക്ഷേ സുധാകരൻ പറയുന്നത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയപ്പോൾ കൊടുത്ത വാക്കാണ്, അത് പാലിക്കാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ട് എന്നതാണ്. കണ്ണൂരിൽ മത്സരിക്കണം എന്നതാണ് സുധാകരന്റെ ആഗ്രഹം. ഒരു അനുനയ നീക്കത്തിനും വഴങ്ങാത്ത സുധാകരൻ കോൺഗ്രസ് നേതൃത്വത്തിന് കനത്ത പ്രതിസന്ധിയാണ് എന്തായാലും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഹൈക്കമാൻഡ് പല കോണിൽ നിന്ന് നടത്തുന്നത്. എന്തായാലും തിങ്കളാഴ്ച ഡൽഹിയിൽ നടക്കുന്ന ചർച്ചയോട് കൂടിയായിരിക്കും എന്തായിരിക്കും സുധാകരന്റെ ഭാവി എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക. എന്തായാലും MPമാർ മത്സരിക്കേണ്ടെന്ന നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിച്ചതോടെ പാർലമെന്റ് സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെയാണ് കെ സുധാകരൻ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത്. അതിൽ പരസ്യമായിട്ടുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പ് തൊട്ടു പിന്നാലെ തന്നെ സുധാകരൻ ഇടുന്നത്. സുധാകരൻ ഈ കുറിപ്പിട്ടതിന് തൊട്ടു പിന്നാലെ സുധാകരൻ അനുകൂലികൾ കണ്ണൂരിലെ വീട്ടിലേക്ക് എത്തി. കെ സുധാകരൻ അതൃപ്തി പരസ്യമാക്കിയതിന് പിന്നാലെ സുധാകരൻ അനുകൂലികൾ കണ്ണൂർ DCCക്ക് മുന്നിൽ പോസ്റ്ററുകൾ പതിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സുധാകരൻ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണെന്നും ഒതുക്കാൻ ശ്രമിച്ചാൽ പ്രത്യാഘാതം ഉണ്ടാകും എന്നതുമൊക്കെയാണ് ഈ പോസ്റ്ററിൽ പറയുന്നത്. അപ്പോൾ തിങ്കളാഴ്ചത്തെ തീരുമാനം സുധാകരൻ അനുകൂലമല്ല എങ്കിൽ, സുധാകരൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം എന്ത് എന്ന് വിവരിക്കുന്നതാണ് ഈ പോസ്റ്ററുകൾ. ഹൈക്കമാൻഡിന്റെ അനുനയ നീക്കത്തിൽ സുധാകരൻ വഴങ്ങുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും തിങ്കളാഴ്ചയാണ് ചർച്ചകൾ നടക്കുന്നത്. അതുവരെ കാത്തിരിക്കാതെ തന്നെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നേതൃതലത്തിൽ നടക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. സുധാകരനെ നേതാക്കൾ ബന്ധപ്പെടുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അവിടെ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളാണ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സീറ്റ് മോഹികളായ നിരവധി MPമാർ ഉണ്ട് എന്നതാണ് നേരത്തെ പുറത്തു വന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വേണ്ടി തീരുമാനം മാറ്റിയാൽ വലിയ അപകടം പതിയിരിക്കുന്നു എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള സാഹചര്യം. എങ്ങനെ ഈ സുധാകര വിഷയം കോൺഗ്രസ് പരിഹരിക്കുന്നു എന്നത് അറിയാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.